ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണം ബിനീഷ് കോടിയേരിയിലേക്ക്. ആക്രമണം നടന്ന ദിവസത്തെ ബിനീഷിന്റെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചു. പ്രതികളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി ED നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇത് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ അന്വേഷണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനീഷ് ചേർന്നു. വിനീഷ്, ഈ ബിനീഷ് കോടിയേരി ഈ ആക്രമണം നടന്ന ദിവസം ദൃശ്യങ്ങളിൽ കണ്ടത് ED ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്ന ഒരു ആളായി അവിടെ അവതരിപ്പിച്ചു. വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി എല്ലാവരെയും മാറ്റി നിർത്തി വാഹനം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോയൊക്കെയാണ് അവിടെ കണ്ടത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. ബിനീഷിൻ്റെ ഫോൺ കോളുകൾ കൃത്യമായി ED പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ചും ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ക്രിമിനലുകളെ ഈ ബിനീഷ് കോടിയേരിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ, എന്താണ് സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ശേഖരിച്ചു വരികയാണ്. അന്വേഷണം ആ തലത്തിലേക്കാണല്ലോ നീങ്ങുന്നത്. ബിനീഷ്, തീർച്ചയായിട്ടും വിനോദ്, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴാണ് പ്രത്യേകിച്ച് ബിനീഷ് കോടിയേരിക്കും ഇതിൽ പങ്കുണ്ട്. ബിനീഷ് കോടിയേരി നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ കടത്തിവിടാനും വളരെ മാന്യമായി പരസ്യമായി ഇടപെടുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ കൂടുതൽ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ബിനീഷ് കോടിയേരി ഈ കേസിൽ പ്രതികളായ എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. 25 പേരെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ അക്രമം നടത്തണമെന്ന ഒരു ഗൂഢാലോചന ഈ കേസിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ മുൻകൂട്ടി ആക്രമിച്ചതാണ് എന്നതാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ബിനീഷ് കോടിയേരി ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റു CPM-ൻ്റെ സംസ്ഥാന നേതാക്കൾ, ഒപ്പം തന്നെ അന്ന് അവിടെ എത്തിയ സംസ്ഥാന നേതാക്കൾക്ക് പുറമെയുള്ള മറ്റു നേതാക്കൾക്ക് ഈ കേസിൽ ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ച് അവരുടെ ഫോൺ രേഖകളും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധനകൾ പൂർത്തിയാകുന്ന മുടയ്ക്ക് അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഒരുപക്ഷെ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് കോടതിയിൽ തന്നെ ചോദ്യമായി ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് അതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ബിനീഷ് കോടിയേരിയും ഈ കേസിൻ്റെ ഭാഗമായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രതികളുമായി 25 പേർ, നേരത്തെ കേസിൽ പ്രതികളായ 25 പേരുമായി ബിനീഷ് കോടിയേരി ഫോണിൽ സംസാരിച്ചു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ പക്കലിലേക്ക് എത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഫോൺ രേഖകളുടെ പരിശോധന, ഈ CDR പരിശോധന കൃത്യമായി നടന്നതിന് ശേഷം മാത്രമേ ഇനി ബിനീഷ് കോടിയേരിയുടെ പങ്ക് വ്യക്തമാകുകയുള്ളൂ. ആ പങ്ക് വ്യക്തമാകുന്ന സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ ബിനീഷ് കോടിയേരിയും അന്വേഷണ സംഘം വിളിച്ചു വരുത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ബിനീഷ് കോടിയേരിയുടെ ഈ വിഷയത്തിലുള്ള പങ്കിനെ പറ്റി അന്വേഷിക്കുന്നത്. ബിനീഷ് കോടിയേരിയുടെ ഫോണിൽ നിന്നും ഈ അക്രമികളെ വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുമായി എന്താണ് സംസാരിച്ചത് എന്നതടക്കമുള്ള പരിശോധന കൃത്യമായി അന്വേഷണ സംഘം ആ പരിശോധന നടത്തി വരികയാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ ബിനീഷ് കോടിയേരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നുള്ള വളരെ നിർണായകമായ വിവരങ്ങളാണ് വിനീഷ് പങ്കുവച്ചത്.